കൊച്ചി ചെല്ലാനത്ത് കടൽക്കയറ്റത്തിനെതിരെ പ്രാദേശിക ഹർത്താലും തീരദേശപാത ഉപരോധവും തുടങ്ങി. കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാർ അനാസ്ഥ തുടരുകയാണ് എന്നാരോപിച്ചാണ് ഹർത്താൽ. ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാതയാണ് ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി പി മുഹമ്മദ് ജസീം സംഭവ സ്ഥലത്ത് നിന്നും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. പി മുഹമ്മദ് ജസീം, എങ്ങനെയാണ് ഇപ്പോൾ ഉപരോധം പുരോഗമിക്കുന്നത്? നേരത്തെ അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ നമ്മളോട് പ്രതികരിച്ചു. എന്തായാലും ഒരു തീരുമാനമാകാതെ റോഡ് വിട്ടു പോകില്ല എന്ന നിലപാടിലാണോ പ്രദേശവാസികൾ? അരുൺകുമാർ, ഉപരോധ സമരം 3 മണിക്കൂർ പിന്നിടുകയാണ്. ഇതിനിടയിൽ ഇപ്പോൾ പോലീസ് അധികൃതർ ഇവരുമായി സംസാരിച്ചുകൊണ്ട് ഈ സമരം നിർത്തണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു ഉറപ്പ് കിട്ടാതെ ഈ ഒരു സമരം നിർത്തുന്ന ഒരു പരിപാടിയില്ല. കാരണം ഈ സമരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ ഇവിടെ പ്രസംഗിച്ച ഇതിന്റെ സമരസമിതി നേതാക്കളെല്ലാം പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം, സർക്കാരിനെതിരെയൊക്കെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം. കാരണം ഇവിടെ കഴിഞ്ഞ സമയങ്ങളെല്ലാം പലപ്പോഴും വലിയ ഫണ്ടുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ അതൊന്നും ഒരിക്കലും പ്രാവർത്തികമാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു ചടങ്ങുകൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ചെല്ലാനത്തുകാരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പരിഹാരവും കാണുന്നില്ല. ഇവിടെ ടൂറിസം പദ്ധതി നടപ്പാക്കാനുള്ള ഒരു പരിപാടികൾ നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള പ്രദേശത്ത് ഇപ്പോൾ ഈ കടൽ ഭിത്തി നിർമ്മിക്കാതെ അലസമായ നടപടി സ്വീകരിക്കുന്നത്. കാരണം ഈ ഒരു പ്രദേശം ടൂറിസം പ്രദേശമാക്കി മാറ്റാനുള്ള ഒരു കാര്യമാണ് ഇവർ വെച്ച് പുലർത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കടൽ ഭിത്തി നിർമ്മിക്കാത്തതും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങളെ സംരക്ഷിക്കാത്തൊരു നടപടിയും ഉണ്ടാകുന്നത്. ആളുകളെ ഒഴിപ്പിക്കുകയല്ല ഇവിടെ നിന്ന് വേണ്ടത്. അങ്ങനെയുള്ളൊരു സമീപനം നേരത്തെ അധികൃതർ എടുക്കുകയും ചെയ്തിരുന്നു. ആളുകളെ ഒഴിപ്പിച്ച് അവരെ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളത്. പക്ഷേ അതല്ല വേണ്ടത്. ഞങ്ങൾക്ക് ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കാനുള്ള ഒരു സംവിധാനം വേണം, അതിനുള്ള സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും സമരം കടുത്ത രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു സമരസമിതിയുമായി പോലീസ് നടത്തുന്ന ഈ ഒരു ചർച്ചകൾ ഒന്നും വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർക്ക് ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കാരണം അതില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് സമരത്തിന് മുന്നോട്ട് പോകാൻ തന്നെയാണോ? മുന്നോട്ട് പോകാൻ നല്ല തീരുമാനം തന്നെ പോകും. എന്തുറപ്പ് കിട്ടിയാലാണെന്നൊരു സമരം അവസാനിപ്പിക്കാന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ, അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു തരണം ഗവൺമെന്റ്. അല്ലാണ്ട് ഞങ്ങൾ മാറിയില്ല. ഞങ്ങൾ ചിലപ്പോൾ കുറച്ചാൾ കഴിയുമ്പോൾ ചത്തു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങൾ ഇവിടെ നിന്ന് എവിടെ പോകാൻ? ഇവിടെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ ജോലി ചെയ്ത് അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ പോകാൻ പോകുള്ളൂ. ഇതെല്ലാം ഞങ്ങൾക്ക് റെഡിയാക്കി ഗവൺമെന്റ് തന്നെ. കുറേ കാലമായി ഇതിനായിട്ട് എല്ലാവരും ഒരുങ്ങുന്നത്. എല്ലാവർക്കും അസുഖമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിനെന്താണ് പറയുള്ളൂ. അവർ എന്ത് തീരുമാനിക്കണം. ഇത് കിട്ടാതെ ഞങ്ങൾ ആരും ഇതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ഇത് തന്നെയാണ് അരുൺകുമാർ പറയുന്നത്. ഇവർ ഈ ഒരു സമരത്തിൽ ഇവർ പറയുന്നതും ഇത് തന്നെയാണ്. ഈ ഒരു തീരുമാനമില്ലാതെ ഇവർക്കൊരു ഉറപ്പ് കിട്ടാതെ ഇവിടുന്ന് പിന്മാറുന്ന ഒരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കടൽ കയറ്റ പ്രശ്നം ഏറ്റവും അധികം ബാധിക്കുന്ന കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ചെല്ലാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെയൊക്കെ വലിയ ഒരു വിഷയമുണ്ടായിരുന്ന പ്രദേശമാണ്. പക്ഷേ ഇവിടെ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ പലപ്പോഴും നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം. കാരണം ഇവരോട് പറഞ്ഞ പുലിമുട്ടുകളുടെയും കടൽ ഭിത്തികളുടെയും എണ്ണം അത് കൃത്യമായി ഇവിടെ പരിപാലിക്കാൻ പോലും അത് സ്ഥാപിക്കാൻ പോലും സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ സർക്കാർ ഒരു അലംഭാവം വെടിയണമെന്നും അത് നിർബന്ധമായിട്ടും ഈ ഒരു ചെല്ലാനം പ്രദേശത്തിന്റെ ഈ ഒരു ഭാഗത്ത് സുരക്ഷ ഏർപ്പെടുത്തണം എന്നുള്ളതുമാണ് പറയുന്നത്. ഈ ഒരു നിവാസികളുടെ പ്രശ്നം പരിഹരിക്കുന്നതുവരെ എന്തായാലും റോഡ് ഉപരോധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണല്ലേ? വാഹനങ്ങൾ അതുവഴി വിടുന്നില്ല. മറ്റു പ്രദേശങ്ങൾ വഴിയാണ് വാഹനം തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ പോലീസ് സേനയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നതായി മനസ്സിലാക്കുന്നു. പോലീസ് അധികൃതർ പറയുന്നത് എന്താണ്? സമരം കുറച്ചു നേരം കൂടി പോകാൻ അവർ അനുവദിക്കും എന്നാണോ പോലീസ് പറയുന്നത്? പോലീസ് ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എത്രയും വേഗം സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ തീരുമാനമില്ലാതെ ഈ ഒരു സമരം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രദേശികർ നമ്മോട് പറയുന്നത്. കാരണം ഇതിൽ ഒരുപാട് ഉറപ്പുകൾ ലഭിച്ചതാണ്. പക്ഷേ ആ ഒരു ഉറപ്പുകളൊന്നും ഫലവത്താവുന്നില്ല, അതൊന്നും പ്രാവർത്തികമാകുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് സമരം മുന്നോട്ട് പോകുന്നത്. മുഹമ്മദ് ജസീം നൽകുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ് ചെല്ലാനത്തെ പ്രദേശവാസികൾ. അവരുടെ ദുരിതം സർക്കാർ കാണണം, കേൾക്കണം എന്നാണ് ആ ജനത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.